വിളവെടുപ്പ് വെള്ളമൊഴിക്കലെല്ലാം ഇടേതാ. റേഷൻ ഫ്രൂട്ട് പിടിക്കലായി ഇപ്പം നല്ലത്. ചീര വലുതാ എല്ലാം മുളച്ചതാ. ഇനി പൊരിച്ച് നടാനായി ഇതും ഉണ്ട്. 2-3 ദിവസമായി എല്ലാവരും ഇപ്പോൾ പോകുന്നു. ഒരാളപ്പുറം ചെണ്ട വിട്ടുന്ന് ഇതുണ്ട്. ചീരച്ചേമ്പ് നിറയെ ഇതാണ്ടാവും, നിറയെ കുഞ്ഞുങ്ങളായി. ചെടിയിൽ നിറയെ ആയി. വേണ്ടത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ മുളച്ചത് ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ മുളച്ചതാണ്. ഈ ഏതൊരു കുമ്പളം പിടിച്ചതാണ് പിടിച്ചത്. ഇതാണ്ട വേറെയുണ്ട്, അപ്പുറമുണ്ട്. തക്കാളിയെല്ലാം കഴിഞ്ഞ് വിളവെടുത്തിട്ട് എന്നാലും ഉണ്ട് അവിടെ. മുളക് വഴുതിനങ്ങി എല്ലാം കഴിഞ്ഞ് വിളവെടുത്തില്ല. കുറച്ചെല്ലാം ഉണ്ട്. ഇവിടെയുണ്ട് ഒരു ചീരച്ചേമ്പ് നിറയെ കുഞ്ഞുങ്ങളുണ്ട. കാന്താരിയുടെ വിത്തിട്ടത് നമ്മൾ നിറച്ചുണ്ട്. ചീര പലതരം ഉണ്ട്. ഇവിടെ പച്ചച്ചീര. കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോഴെല്ലാം ചെയ്യും. ചീര ഇതെല്ലാം ഇടുന്നു. ഓൺലൈനിൽ കൊണ്ടുവന്നിട്ട് നട്ടതാണല്ലോ. കോയക്ക വിളവെടുപ്പാണ് ഇവിടെ. മേലെ കയറണം എന്നാലേ കിട്ടും. ഉയരമല്ലേ ഇതിപ്പം എന്തല്ലേ. സ്വന്തമോളുണ്ട്, ആര്യമോളുണ്ട്, ദർശന്മാൻ, മേധമോള് എല്ലാവരും കൂടെ സന്തോഷമായി. ദർശന്മാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുകൊണ്ട് നട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ അതെ, ചാമ്പക്ക വരയ്ക്കാൻ പറ്റുന്നുണ്ട്. വെളിച്ചനും മോളും ചെമ്പരത്തി പലതരം ഉണ്ട്. ഇത് മഞ്ഞ എല്ലാം മോളെ കൃഷി. അപ്പുറത്തോട്ടിലേക്ക് എന്താ ഇന്നത്തെ വിളവെടുപ്പൊന്നും അവളെ കാണിക്കില്ല. എപ്പോഴും രാത്രിയിലല്ലേ പറിക്കൽ. ഇന്നത്തെ വിളവെടുപ്പ് ഇതാ മത്തനും ഇതിലും വെറുതെ മുളച്ചത് കൈപ്പക്ക. ഇത് വിത്തിന് വെച്ച വിത്താണത്.
തനിയെ മുളച്ചത്. തനിയെ മുളച്ചത് തന്നെ. തനിയെ മുളച്ചതേ നന്നാവുമല്ലോ എപ്പോഴും. ഞാൻ കൊക്ക കൊണ്ടാണ് കോയക്ക വരയ്ക്കുന്നത്. വൃന്ദമോള്